ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 9ാം ഉത്സവ ദിവസമായ ഇന്ന് കൃത്യം 7 മണിക്ക് തന്നെ ചൈതന്യ കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി ആരംഭിക്കുന്നതാണ്. കൃത്യം 7 മണിക്ക് തന്നെ. വരത്തില്ല. ഞാൻ ആ സെക്രട്ടറിയോട് പ്രത്യേകം പറഞ്ഞതാ, ഈ അനുശ്രീ നേതൃത്വം നൽകുന്ന കൈകൊട്ടിക്കളി എന്ന് പറയണത്. പറഞ്ഞില്ലല്ലോ, കൃത്യം 7 മണിയല്ല 9 മണിക്കെങ്കിലും ഞാൻ തുടങ്ങത്തുള്ളൂ. നോക്കിക്കോണം. ഭഗവാനെ, ഇന്നത്തെ കൈകൊട്ടിക്കളിക്ക് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ മാത്രം വീഡിയോ എടുത്ത് ആരെങ്കിലും ഒന്ന് വൈറലാക്കണേ. മണി 4:30 7 മണിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒതുക്കി പറക്കി അമ്പലത്തിലോട്ട് ചെല്ലണ്ടതാ. ഹലോ എടി ദീപ്തി, ഇങ്ങോട്ടൊന്ന് വരാമോടി? എന്താടി അനു? എടി, ഈ നിലവിളക്കും ഈ പൂവും താലും ഒക്കെ നമുക്ക് അമ്പലത്തിൽ എത്തിക്കണ്ടായോ? ഒന്ന് വന്ന് സഹായിക്കടി. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല, ഞാനിവിടെ നിന്ന് ഒരുങ്ങണേ. നീ ഒന്ന് പോയേ. ഇത് പിന്നെ ആരും സഹായിക്കൊന്നും വെച്ചിട്ടാ? നിന്റെ കെട്ടിയോനോട് എന്ന് പറ. എടി, അണ്ണൻ 1ാം തിരുവുത്സവത്തിന് ഇവിടുന്ന് ഇറങ്ങി പോയതാ. ഈ കൊടിപ്പത്തായിട്ടും ആളിങ്ങ് എത്തിയിട്ടില്ലെന്ന്. ആണോ? എന്നിട്ട് നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചേ. അപ്പുറത്തെ സതീശൻ പറഞ്ഞ് നമ്മുടെ കാളയുടെ പുറത്ത് അണ്ണന്റെ മുണ്ട് കണ്ടു, ഗ്രൗണ്ടിൽ ചെരുപ്പ് കണ്ടു. ആളിങ്ങി വരുമായിരിക്കും, വല്ല കുപ്പയിലും കാണും. ആളിങ്ങി വരും. എടി, ഒന്ന് വാടി ഒന്ന് പോയടി അവിടെ. എനിക്ക് ഒരുങ്ങണം. നിനക്ക് മാത്രം സുന്ദരിയായ മതി. അയ്യടി, ചാടി കളിക്കാനും അറിയാനൊന്നും നിനക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഒരുങ്ങണം. ഇന്ന് കണ്ടോ, ഇന്ന് പിണകാലി ഞാൻ വെട്ടി എന്നെയൊക്കെ ഞാൻ താടി ഇടും. നോക്കിക്കോണം. കട്ട് ചെയ്തു, ഇല്ലെങ്കിൽ ഇപ്പൊ താടിത്തുള്ളി വന്നേനെ. അല്ല, ആദ്യത്തെ അടി എവിടെ നിന്നായിരുന്നു വരുന്നത്? കൈകൊട്ടി കളിയുടെ ഒന്ന് നോക്കിയേക്കാം. അയ്യോ, നീളമുള്ള നഖം ഇപ്പൊ കണ്ണിക്കൊണ്ട് കേറിയനെ. ചക്കി എന്നൊരു ചെമ്പാരുന്തവളോ തകന്താര, ചക്കി എന്നൊരു ചെമ്പാരുന്തവളോ തകന്താര. എന്തുവാ ഇത്? ഇത് പരുന്ത്. പരുന്തിന്റെ മുണ്ടങ്ങ് താത്തിട്ടെ, അല്ലെങ്കിൽ ഈ നടക്കുന്ന പൂന്തോട്ടം ആരെങ്കിലും എറിഞ്ഞ് വീഴ്ത്തു. അയ്യോ സോറി മാഡം, വീട് മാറിപ്പോയി. അവിടെ നിന്നേണ്ണ. എന്തുകൊണ്ടാ ഇങ്ങനൊക്കെ പറയുന്നത്? ഇതാരാ നിൽക്കുന്നത്? പോണേണ്ണ. അല്ല, ഇതാരാ? എനിക്ക് പിടി കിട്ടുന്നില്ല. ഇത് അനുശ്രീ. ഏതനുശ്രീ? നിങ്ങളുടെ പെണ്ണുപിള്ള. എന്റെ പൊന്നു ദൈവം നമ്പുരാനെ, ഒരു സർക്കസ് കമ്പനി കൈവച്ചിട്ടാണ് ഞാൻ തെരുവ് സർക്കസ് കണ്ടു നടന്നത്. ഒത്തു എനിക്ക് വയ്യ. അങ്ങനെ തള്ളല്ലേ, ഞാൻ ആടി കാട്ടി നിൽക്കുക. എങ്ങനെയുണ്ടെന്നാ? സൂപ്പറാ. എവിടെ പറഞ്ഞിരിക്കും നിൽക്കുക? അതുപോലെ എന്തൊരു ചോദ്യം ഇത്? നമ്മുടെ അമ്പലത്തിലെ കൈകൊട്ടി കളി ഇന്നല്ലയോ? പോട്ടായോ? പിന്നെ കൈകൊട്ടി കളിക്ക് പോകണ്ട. നമുക്ക് ഇവിടെ കൈകൊട്ടി കളിക്ക് പോകണ്ട. നമുക്ക് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്തോന്ന് മനസ്സിലാവുന്നുണ്ട്. കൈകൊട്ടി കളിക്ക് പോകണം. പിന്നെ നോട്ടീസ് എന്നാ നമുക്ക് നാരങ്ങാനത്ത് നമ്മുടെ അപ്പച്ചിയുടെ വീട്ടിൽ പോകാം. അതെന്തുവാ? അപ്പച്ചി അവിടെ ഇല്ല, അവിടെ പോകാം. വണ്ടി എടുത്തോണ്ട് വരാം, നമുക്ക് പോവാം. വണ്ടി എടുത്തോണ്ട് വരാം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റാണോ മനുഷ്യ? ഞാൻ നിങ്ങളുടെ ബെസ്റ്റാണ്. ഞാൻ നിങ്ങളുടെ പെണ്ണുപിള്ളയാ. ഓർത്ത് കണ്ട് സംസാരിച്ചോണം കേട്ടാ. അറിയാലോ, 10-15 കൊല്ലത്തിന് ശേഷം നിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലേ ഞാൻ. ഇതെന്തോ കോലമാണ്, ഇതെന്തോ കോലം. നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്? ഞാൻ അവിടെ അമ്പലത്തിന്റെ അവിടെ കിടക്കുമായിരുന്നു. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. നീ പറയുമ്പോ തിരിയാണ്ടിരിക്കുന്നോ അറിയാൻ? ഇങ്ങോട്ട് തിരിഞ്ഞേ. എന്തോ നിങ്ങളെ ചവിട്ടിയാണ് ആൾക്കാർ അമ്പലത്തിലോട്ട് കയറിയത്. ഇതെന്തോ ഈ ചെരുപ്പിന്റെ പാടൊക്കെ? ഞാൻ അതൊരു ഒരാളോട് സത്യം പറഞ്ഞപ്പോ എന്നെ ചവിട്ടിയതാ. സത്യം പറഞ്ഞപ്പോ ചവിട്ടിയെന്നോ? എന്തോ സത്യമോ പറഞ്ഞത്? നിന്റെ തന്തയല്ല, എന്റെ തന്തയെന്ന്. ദൈവം, ഇത് ആരോടാ പറഞ്ഞത്? എന്റെ തന്തയോട്. കണ്ടോ, ഒരു ഉത്സവമായിട്ട് തന്തേ മോനും കൂടെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താണ്. നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടില്ല. നാട്ടുകാരുടെ മുമ്പ് നാണം കെടുത്താനോ? നാട്ടുകാർ പറയുന്നത് മാത്രമല്ലോ നീ വിശ്വസിക്കുന്നത്. അല്ല, ഇത് തെക്കുംപാടത്തെ മത്സരിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? ഞാൻ സന്ധ്യക്ക് ശ്രീജയുടെ വീട്ടിന് പറയല ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടത്. നിങ്ങൾ നിൽക്കും. എനിക്ക് ഉറപ്പാ നിങ്ങൾ നിൽക്കും. ഇത്രയും നാളായിട്ട് എന്നെ പറ്റി എന്തെങ്കിലും അപവാദം നീ കേട്ടിട്ടുണ്ടോ? അതില്ല. അതാ എന്റെ ഭാഗ്യം. അല്ല, ഇനി സുരേന്ന് വെച്ചാൽ നാട്ടുകാരെ ഒരു തൊരയാ. തൊരയാ. ശരിയാ. ഗീത ഉണ്ടെങ്കിൽ നീ ഇന്ന് കൈകൊട്ടി കളിക്ക് പോകണ്ട. ഗീതയോ? ഗീത ഉണ്ട് കൈകൊട്ടി കളിക്ക്. ഗീതയോടെ കൈകൊട്ടി കളിക്ക് നീ പോകണ്ട. കാര്യം എന്തോന്ന് പറ. എനിക്ക് ഇഷ്ടമല്ല അവളെ കൂടെ നീ കൈകൊട്ടി കളിക്ക് പോകുന്നത്. എന്താ നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലാത്തെന്ന് എനിക്കറിയാം. 500 രൂപ ചെന്ന് കടം ചോദിച്ചിട്ട് അവള് തന്നില്ല, ഇല്ലയോ? അവള് തന്നുമില്ല, ഇവളൊന്ന് പറയുകയും ചെയ്തില്ലയോ? അതിന് പേര് അവിടെ വീട്ടിൽ ചെന്ന് നല്ല ബഹളം ഉണ്ടാക്കിയിട്ടാ ഞാൻ വരുന്നത്. ബഹളം? എന്താ ബഹളം? അവിടെ വീട്ടിൽ നിന്ന് കസാറ ഇറത്തി ഞാൻ തോട്ടിലിട്ടു. കിട്ടിയില്ലായിരുന്നു അവിടെ? കെട്ടിയാൻ തോട്ടി കിടപ്പുണ്ട്. അവൻ ആ കസാറ ഇരുന്ന് ഞാൻ കണ്ടില്ല, എടുത്ത് കളഞ്ഞാണ്. എനിക്ക് വയ്യ. ഞാൻ പോവും. ഗീത ഉണ്ടായാലും ഞാൻ പോവും. മൃണാളിനി വരുന്നുണ്ടാ കളിക്കാൻ. ആരാ? മൃണാളിനി. നിങ്ങൾ എത്ര കഴിച്ചു? എനിക്ക് പോലും ഓർമ്മയില്ല, ഒരുപാട് കഴിച്ചു ഞാൻ. എന്നിട്ടും ആ മൃണാളിനി എന്ന് പറയുന്നതിന്റെ സ്ഫുടതയൊന്ന് നോക്കിക്കോളെ. ഉണ്ട്. എന്തിനാ? ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫ്രണ്ട് വന്നിരുന്ന ആ കളി എനിക്ക് കാണും. അതെന്താ? അവിടെ ഈ തെള്ളിക്കളച്ചം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ തെള്ളിക്കളച്ചം
നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്റെ തെല്ലിക്കളച്ചം? 15 കൊല്ലം കൊണ്ട് നീ എന്നെ തള്ളിക്കളയല്ലേ, പിന്നെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നത്? ഉത്സവമില്ലേ, തല്ലി നനച്ച് നിങ്ങളൊന്ന് കുളിക്കുക. ഇത് എന്തോ കോലമായി. നാളെ ആറാട്ടില്ലേ? ആറാട്ടിനൊന്ന് ഞാൻ കുളിച്ചോളാം. ഈ കോലത്തെ അങ്ങോട്ട് ചെന്ന ആറാട്ടിനുള്ളവർ നിങ്ങളെ ആട്ടി വിടും. ഞാൻ പറഞ്ഞേക്കാം. ഇതാറേ വിളക്ക്? വിളക്കൊക്കെ പറയാ നിങ്ങളെ. എന്ത്? സാരിയുടെ തുമ്പൊന്ന് പിടിച്ച്. നിന്റെ താഴെ തുമ്പിനെ പിടിക്കാൻ നിന്റെ പൂച്ചയാണ് ഞാൻ. തുമ്പൊന്ന് പിടിക്കാന്. ഓ, പുതിയ കൊലുസൊക്കെ വാങ്ങിച്ചോ? അത് സാരിയുടെ കസവാ. അടിക്ക് അങ്ങോട്ട് പിടിക്കങ്ങോട്ട്. അടിക്ക് അങ്ങോട്ട് പിടിക്കാന്. കൂടുതൽ അടുക്കി പിടിച്ചാ കരി പിടി. എണീര് ഇത് പിടിച്ചോണ്ട് എണീര്. സുഭാഷേ. വിളിക്ക്, പേയ്മെന്റ് തരും. ആരെ വിളക്കാരേ? വിളക്ക് ഇതപ്പുറത്തെ നമ്മുടെ വിജയണ്ണന്റെ. ഏത് വിജയണ്ണന്റെ? വിജയണ്ണൻ അറിയില്ല, ഗൾഫാരൻ വിജയണ്ണനെ അറിയത്തില്ല. ഇല്ലയോ? ഗൾഫാരൻ വിജയണ്ണൻ എനിക്കറിയത്തില്ല, പക്ഷെ നിനക്കറിയാം ഗൾഫാരൻ വിജയണ്ണൻ ആരാന്ന്. എന്റെ പൊന്നണ്ണ, വിജയണ്ണനല്ലേ ഞങ്ങളുടെ കൈകൊട്ടുകളിയുടെ സ്പോൺസർ. കാരണം കൊണ്ടുവന്ന് വെച്ച വിളക്ക. അവനെ ഇവിടെ കയറ്റി പോയാൽ അവര് വിളക്ക് ഇവിടെ കയറ്റി പോയല്ലേ, തല്ലി ഞാൻ ഒടിക്കും കൊണ്ടു കൊടുക്കുന്നത് ഇവിടെ വിളക്ക്. തല്ലി ഒടിക്കും. അവരുടെ കല്യാണത്തിന് അവർ അമ്മ കൊടുത്ത വിളക്കാ ഇത്. ചേച്ചിയുടെ അമ്മ ഒരു കല്യാണത്തിന് ഒരു അമ്മ കൊടുത്ത വിളക്കായത്. എന്റെ കല്യാണം കഴിഞ്ഞു, ഇവിടെ അമ്മ തന്നു ഇത്ര ഉള്ളൊരു മഞ്ചിരാത്. എന്തുവാണ് അങ്ങനെ പറയുന്നത്? എന്താ എന്തിനാ ഇവിടെ പ്രത്യേകിച്ച് ഒരു വിളക്ക്? ഞാൻ അങ്ങ് നിൽക്കുവല്ലയോ. ഇവിടുത്തെ വിളക്കാ ഞാൻ. ഇതാ ഇവിടുത്തെ വിളക്കാ ഞാനെന്ന്. എന്നാ എനിക്ക് ഒന്നുകൂടെ കെട്ടണം. അതെന്തുവാ? എനിക്ക് തീരെ വെട്ടം പോരാ. ഒറ്റയിരിക്കാൻ ഇരുട്ടാക്കും കേട്ടോ. നിങ്ങളെ നിർത്തി കത്തിക്കാൻ ഈ ഒരു ഒറ്റ വിളക്ക് മതി. ഞാൻ പറഞ്ഞു അവനെ മര്യാദക്ക് അവന് വിളക്ക് കൊണ്ട് കൊടുക്കണേ. അവനെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടില്ലോടി. എന്നാ അനാവശ്യം ഞാൻ പറയരുത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. അനുശ്രീയേ, അയ്യോ വിജയണ്ണ, ഓ കേറി വാണ്ണാ. അനുവേ, അയ്യോ വിജയണ്ണ, ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഒരുക്കങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പൂവും താലും ഒക്കെ ആയിട്ടൊന്ന് നിലവിളക്കെ ആയിട്ടൊന്ന് അമ്പലത്തിൽ ചെല്ലണം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാല് ഫുഡല്ല എന്റെ വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കഴിക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ഞാൻ നിരന്ന് നിന്നിട്ട് ഞാൻ നടുക്ക് നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. എനിക്ക് ഗൾഫിലേക്ക് അറബിക്ക് അയച്ചു കൊടുക്കാനാ. സൈഡിൽ ഈ പാമ്പ് പിടിച്ചോ നിൽക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അസുര അസുരനോ? അസുരന്നല്ല, ആ സുര നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. എന്നെ അല്ലായിരുന്നല്ലോ ലക്ഷ്യം. എന്തുവാടാ ഒരു വരി മോനെ വെച്ച് സംസാരിക്കുന്നേ? എന്താ സംസാരിക്കുന്ന? എന്ത് കോലോ ഇത്? നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാനിപ്പോ വരാം. എന്ത് കോലോടാ? ഉത്സവമായിട്ട് നല്ല രീതിയിൽ നിൽക്കടാ. ഇതെന്ത് വെള്ളം അടിച്ചിട്ട് ഒരുമാതിരി? ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ എടുത്തത് ഞങ്ങളുടെ ആണുങ്ങളെല്ലാം വെള്ളം അടിക്കും, കൂത്താടും, അടിച്ച് പൊളിക്കും ഉത്സവം. നിനക്കെന്താ കുഴപ്പം? ആ അമ്പലത്തിലെ ഉത്സവം 10 ദിവസം കഴിയാൻ തീരും. നിനക്കാക്ക എന്നും ഉത്സവം അല്ലേടാ? നീ ഉത്സവം എന്ന് പറഞ്ഞപ്പോ ഗൾഫിൽ നിന്ന് കയറി ഇനി പോന്നല്ലോടാ. കഴിഞ്ഞ ഉത്സവം എന്ന് പറയുമ്പോൾ ഉത്സവം എല്ലാം കൂടി കെട്ടി പറക്കി എടുത്ത് ഗൾഫിലോട്ട് വരുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒന്നും വേണ്ട. ഒരു കാര്യം വേണ്ട, വിളക്കെടുത്തിട്ട് എന്റെ വീട്ടിൽ നിന്ന് പോയിക്കണം. നിന്റെ ഒരു ഇടപാട് ഇവിടെ കാണിക്കും. ഇവിടെ കൈകൊട്ടിക്കളി മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ ഉത്സവം മൊത്തം സ്പോൺസർ ചെയ്തിരിക്കാൻ ഞാനാ. ഓ, നിന്റെ കയ്യിൽ ഇഷ്ടത്തിന് പൈസ ഉണ്ടല്ലോ, വാരി എറിയാൻ വേണ്ടി. എന്റെ കയ്യിലില്ലല്ലോ പൈസ. ആ പൈസ ഇല്ലാത്ത നിനക്ക് ഞാൻ കളിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. മര്യാദയ്ക്ക് വിളക്കെടുത്തിട്ട് ഇവിടെ പോയിക്കണം. വിളക്കി തൊട്ട് കളിക്കല് സീരിയസ് ആയിട്ട് വിളവിടുള്ള സാധനം ഇത്. വിലപിടിപ്പുള്ള സാധനം എന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, ഞാൻ തല്ലി പിടിച്ച് ദൂരെ കളി എടുത്തിട്ട് പോകാൻ പറ്റാൻ പറ്റും. അനുവേ, ഓ സംസാരിച്ചോണ്ടത് ശരിയാകത്തില്ല. ഈ വിളക്കുമായിട്ട് അങ്ങ് എത്തിക്കൊള്ളുന്ന സമയത്തിന് കേട്ടോ. ഞാൻ വന്നേക്കാണോ? ഉമ്മ വെള്ളം അടിച്ചും കൊണ്ട് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി വിളിച്ച് തരണോ? നീ പോടാ. അവള് പറയുന്നത് ഞാനങ്ങ് വന്നേക്കാം. അവള് വരും, നീ വരണ്ട. പോയോ? അതാ പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിട്ടിട്ട് അവൻ എന്റെ വീട്ടിൽ കയറി അവന്റെ വിളക്ക് ഒന്നും കാണണ്ടാവും. ഞാൻ പറയുക, എന്റെ വീട്ടുകാർ എന്റെ അച്ചാച്ചനും നാത്തൂനും ആങ്ങളെയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ അമ്മായിച്ചൊക്കെ വരുന്നുണ്ടോ? ആ വരുന്നുണ്ട്. എന്റെ അമ്മായിച്ചനെ ഞാൻ കെട്ടി പിടിക്കും. കുപ്പി അരയിലുണ്ടോ തപ്പി നോക്കാനില്ലയോ? അച്ചാച്ചൻ കുടി നിർത്തിയായിരുന്നു. എന്റെ അളിയനെ ഞാൻ പോയി ഇങ്ങനെ കെട്ടി പിടിക്കും. കുപ്പി ഉണ്ടോ നോക്കാനില്ലയോ? ആങ്ങളെ നിർത്തിയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. നിങ്ങൾ കൊടിമരം മുറിക്കാൻ പോയപ്പോ എന്തുവായിരുന്നു അവിടെ ഒരു ബഹളം? കൊടിമരം മുറിക്കാൻ പോയി, കൊടിമരം മുറിച്ചു കൊടുത്താൽ ഞാനില്ലയോ? ഒടുവിൽ ഈ കൊടിമരം ഘോഷയാത്ര പോയപ്പം എന്നെ പിടിപ്പിക്കാൻ അവനെ സമ്മതിച്ചില്ല. എന്നോട് അലക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് വായിട്ട് അങ്ങോട്ട് ചോദിക്കണമായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ അമാര് പറയാ ഇത്രയും ദൂരം നീ ഞാൻ കടന്നു സുഖിക്കണ്ടെന്ന്. ഞാൻ കിടന്നു. അതെന്തുവാ? എന്നെ കണ്ട ഹൈറ്റ് ഉള്ളമാരാ കൊടിമരം കൊണ്ട്. അപ്പൊ ഞാൻ നടക്കത്തില്ല. എനിക്ക് വയ്യാന്ന്. അണ്ണാ, ഈ നിലവിളക്ക് ഒന്നും അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ. നിന്റെ മൂത്ത മോന്റെ അവനോട് ഓരോ വിളക്ക് കൊണ്ട് കൊടുക്കാൻ. മൂത്ത മോന്റെ കാര്യമൊന്നും പറയാതിരിക്കുവാ ഭേദം. ഞാൻ ഇടാൻ വെച്ചിരുന്ന പുത്തൻ ഒരു നൈറ്റ് ഇട്ടോണ്ടാ ഇന്ന് ഇവനെ ഇവിടെ അങ്ങോട്ട് പോയത്. ചോദിച്ചപ്പോ പറയാ ചെണ്ടമേളത്തിന്റെ ഫ്രണ്ടിൽ അതും ഇട്ടോണ്ട് കിടന്ന് ചാടാനാന്ന്. ഓ എന്റെ ഭഗവാനെ, ഞാൻ ഒരു നോക്ക് ഞാൻ കണ്ടെണ്ണ അവന്റെ ഡാൻസ്. ഇങ്ങനെ ഡാൻസ് ആണോണ്ണാ? എനിക്കറിയത്തില്ല. അവനൊക്കെ വല്ല കഞ്ചാവോ വെള്ളമായിരിക്കും. ഞാൻ ചോദിക്കും. ചോദിക്കല്ലേ, നിങ്ങൾ കുറച്ചാളും കൂടെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. പോയി നോക്കണ്ട. എന്താ അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന സാധനം ഞാൻ ഒഴിച്ചു കളഞ്ഞായിരുന്നു. എന്താ ഇപ്പൊ തന്നെ നിങ്ങൾ ഓവറാ. നിങ്ങൾ ആ കൈകൊട്ടി കളി നടക്കുന്നിടത്ത് വന്ന് നിങ്ങൾ ബഹളം വെക്കും. അങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടുകാല് രണ്ടും ഞാനങ്ങ് തല്ലി ഓടിക്കും. തല്ലി ഓടിക്കും. വിശംബരോ, എന്നിട്ട് വാടാ ഇവിടെ മുട്ടുകാല് തല്ലി ഓടിക്കുന്നത് നിനക്കൊന്ന് കാണാം. അതെന്തോ വിശംബരനെ വിളിച്ചത്? അതിലൊക്കെ വടക്കുണ്ടാക്കുന്ന കാണാം. വിശംബരന് ഭയങ്കര ഇൻട്രസ്റ്റാ. എനിക്ക് നിങ്ങളിതൊന്നും കൊണ്ട് തരാൻ പറ്റും? കൊണ്ടുതരാം. ഞാൻ വൃത്തിശൂന്യനാടി. ഞാൻ ഈ വിളക്കത്തോട് ഞാൻ നിന്റെയൊക്കെ കൈകൊട്ടി കളി പോകും. ഞാൻ തുറത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം. അടുക്കള കഥ പൂട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഈ വിളക്ക് അമ്പലത്തിൽ എത്തിയേക്കണം. ഞാൻ പറഞ്ഞേക്കാം. യോ, നീ പറഞ്ഞ കേൾക്കാൻ നിൽക്കുവന്ന് ഞാൻ. വിളക്ക് അനിമളെ എന്തുവാണ്? എപ്പോഴാ പോകുന്ന അമ്പലത്തില്? ഞാൻ പോകുമ്പോ പൊക്കോളാം. ഞാൻ നീ വന്നേ. എന്തുവാ? ഞാൻ ഒരു കാര്യം പറയാം.
ഉത്സവമായിട്ട് ബഹളം ഒന്നും ഉണ്ടാക്കല്ലേ. ഞാന് ഇത്രയും നേരം ബഹളം വെച്ചോണ്ടത് ഞാന് ഞാൻ അറിയാതെ ഉണ്ടാക്കിയ ബഹളം, എന്റെ വിവരക്കേട് കൊണ്ട് ഉണ്ടാക്കിയ ബഹളമാണ്. എന്തോ മനുഷ്യൻ നിങ്ങൾക്ക് ഒരു വെപ്രാളം എന്തുവാ? ബഹളമൊന്നും ഇല്ല. ഞാൻ അമ്പലത്തിൽ കൊണ്ടുതരാം വിളക്ക്. അല്ല ഇത്രയും നേരം അതല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നത്. വിളക്ക് പറ്റത്തില്ല. ഉൾവിളിയിൽ അപ്പൂപ്പൻ വിളിച്ച് പറഞ്ഞു, ഉൾവിളി പറഞ്ഞു നീ വിളക്ക് തന്നെ കൊണ്ടു കൊടുക്കണം, അല്ലെ നിനക്ക് ശാപം കിട്ടുമെന്ന്. പിന്നെ ഒരു കാര്യം ഇങ്ങോട്ട് വയ്ക്ക്. എന്താ നോക്കുന്നത്? അല്ല അവിടെ ഒഴിച്ചു കളഞ്ഞ നക്കി കുടിച്ചോ നോക്കിയത്. വൃത്തികെട്ട പരിപാടി ഞാൻ ചെയ്യുമോ? പിന്നെ ഒരു കാര്യം പറയാം, ആ വിജയൻ ഇവിടെ വരുമ്പോ ഒന്നും പറയല്ലോ, പാവോ കേട്ടോ. മനുഷ്യ വേണ്ട, ഞാൻ വിജയണ്ണനോട് പറഞ്ഞോളാം. അല്ല അത് തൊടല്ല, ഞാൻ തൊട്ടോളാം. ഞാൻ ആ വിളക്കത്തിൽ നീ തുറന്ന ഞാൻ കൊണ്ട് തരാം. എനിക്ക് എന്റെ ആഗ്രഹം, എന്റെ പെണ്ണിന്റെ കൈകൊട്ടിക്കളി അവിടെ അഴിഞ്ഞാടി അവിടെ നടക്കണം, എന്റെ ആഗ്രഹം. എന്തുവാണ്? എന്തെങ്കിലും വിഷമമുണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല. എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്തുവാണ്? ഒന്നും സംഭവിച്ചില്ല. ഇവിടെ അയക്കല്ലേ, ഇത് മാറി. പോയില്ല ഇതുവരെ. വിജയണ്ണ, ഒന്നും പറയണ്ട. എണ്ണ ആ വിളക്കേ ഒന്ന് അമ്പലത്തിലോട്ട്. വേണ്ട, ഈ വിളക്ക് ഞാൻ തന്നെ കൊണ്ടുതരാം. നീ ഞാൻ കൊണ്ട് പൊക്കോളാം. ഞാൻ കൊണ്ടുതരാം. സുരേ, എന്റെ വിളക്ക ഞാൻ കൊണ്ട് അമ്പലത്തിൽ പൊക്കോളാം. അല്ല ഞാൻ തന്നെ കൊണ്ടുതരാം. ഞാൻ കൊണ്ടുവരാം. പ്ലീസ്, എനിക്ക് എന്റെ വലിയ ആഗ്രഹം. അത്ര നിർബന്ധം വന്നേണം മിണ്ടണ്ട. അത്ര നിർബന്ധം വന്നാൽ നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ. അതെ, ഞാൻ കുളിച്ചിട്ട് വരാം. എവിടെ കൊണ്ടുപോവാ? ബാത്റൂമിൽ കൊണ്ടുപോവാ. അത് കഴുകിയിട്ട് കൊണ്ടുവരാം. കഴുകി ഉണക്കി ഞാൻ വെച്ചേക്കും. അത് എടാ നീ അവിടെ വെച്ച ബാത്റൂമിൽ കൊണ്ടുപോകേണ്ട സാധനമാണ്. അല്ല ഞാൻ കൊണ്ട് കഴുകിക്കൊണ്ട് വരാടാ. ഞാൻ കൊണ്ടുവരാം. ഇത് പിന്നെ കഴുകാതെ ഉപയോഗിക്കണമെന്നാണ് നീ വിചാരിക്കുന്നത്? പോയി കുളിച്ചിട്ട് വാ. പോ. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്താ സംഭവം? എന്താ അണ്ണാ വിളിച്ചോണ്ട് വന്ന്, അനുശ്രീയെന്ന് വിളിച്ചോണ്ട് വന്ന് വഴക്കൊക്കെ ഇട്ട്. അതുവരെ ഒരു കുഴപ്പമില്ല. എന്നോട് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് വിളക്ക് കൊണ്ട് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ്. എന്തെങ്കിലും പറഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അകത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആളങ്ങ് മാറിപ്പോയി. അതാ ഞാൻ നേരത്തെ എന്റെ അടുത്ത് ഇങ്ങനെ അല്ലായിരുന്നു. അത് എന്തെങ്കിലും പറഞ്ഞായിരുന്നു, എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ അണ്ണൻ അറിയത്തില്ല എനിക്ക് അയാളോട് എന്താ സ്നേഹം അറിയാം. അതൊക്കെ എനിക്കറിയാം. എന്തെങ്കിലും ഒരു വാക്ക്, ഈ കുടിച്ച് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ചെറിയ വാക്ക് മതി. അതാ വാക്കല്ലണ്ണ. പിന്നെ ചെയ്ത് എന്തോ ഞാൻ ചെയ്തണ്ണ. എനിക്ക് വയ്യ. അങ്ങനെ കുടിക്കാൻ വെച്ചിരുന്ന എന്തോ ലിറ്റർ എന്തെങ്കിലും പറയുന്നത്, അത് ഞാൻ അങ്ങ് കമത്തി കളഞ്ഞു. മതിയല്ലോ. അതിൽ കൂടുതൽ ഇനി വലിയ കാരണം വല്ലതും വേണോ? അത് നിന്നെ പറഞ്ഞു വിട്ടിട്ട് അവൻ വല്ല കടുങ്കയും ചെയ്യുമെന്ന് എന്റെ പേടി. എനിക്ക് വയ്യ. ഞാൻ കൈകൊട്ടി കളിക്കുന്ന സമയത്തങ്ങാണ് അയാള് കടുങ്കൈ ചെയ്ത. ടെൻഷൻ അടിക്കണ്ട, ഞാൻ അപ്പടി തന്നെ വന്ന് പറഞ്ഞോളാം. പറയല എന്റെ പെർഫോമൻസിനെ ബാധിക്കും. അത് കഴിഞ്ഞ് വന്ന് പറഞ്ഞാൽ മതി. ഫാമിലി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ കാര്യം പറയാം, നൈസായിട്ട് നീ പൊക്കോ, ഞാൻ ഇവനെയും കൊണ്ടങ്ങ് വരാം. വിളക്ക് ഞാൻ എടുത്തോളാം. അത് മതി. എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സുരേ. അല്ലേ കുഴപ്പമില്ല. അപ്പൊ ബാത്റൂമിൽ വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കുളിച്ചില്ലയോ? ഞാൻ കുളിക്കാം. അപ്പൊ നിങ്ങളെല്ലാം കാണിച്ചേ. ആ വിളക്ക് ഒടിച്ചങ്ങ് നശിപ്പിച്ചവനെ. എല്ലാ പരിപാടിയാണ് നീ കാണിച്ചത്. പിള്ളേരുടെ കൈകൊട്ടുകളെ മുടിഞ്ഞു പോയില്ലേ ഇത്? എല്ലാം ദൂഷകൻ ഇവൻ കാണിച്ചത്. മനഃപൂർവ്വം വിളക്കൊടിച്ചതാ ഇവൻ. ഞാൻ ഓടിച്ചല്ലാന്ന്. അങ്ങനെ പറയല്ലേ അണ്ണാ. ആള് കള്ളുകൂടിയൻ ആ കാര്യമൊക്കെ ആണെങ്കിലും ഞാൻ കണ്ട അണ്ണനാ ഓടിച്ചത്. അവനാ ഓടിച്ചത്. ഇനിയിപ്പോ ഞാൻ ഓടിച്ചായിരുന്നു എന്തൊക്കെ ബഹളോട്ടായി. അയ്യോ ഇല്ലായിരുന്നു എനിക്ക്. നീ കൈകൊട്ടികളെ അലമ്പാക്കി നീ ഓടിച്ചു വിളക്ക് ഓടിച്ചു ഇവൻ. എല്ലാരും കണ്ടോണ്ടിരിക്കുന്നു. കുറെ നേരം കൊണ്ട് കിടന്ന് ഇവിടെ ഞാൻ പറയുന്നത് കേക്ക്. ഇത് അങ്ങനെ അല്ലാന്ന്. ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയിറ്റ് കാരണം എടുത്തോണ്ട് പോകാൻ കണക്കിന് ഇത് കണ്ട. ഇത് രണ്ടായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല ഞാൻ ഓടിച്ചതൊന്നും അല്ല. നടന്നുണ്ട് ആ സംഭവം കണ്ടോ. അയ്യോ ഞാൻ വിചാരിച്ചതറിയോ, ഇതും എന്റെ കയ്യിൽ നിന്ന് തറ വീണായിരുന്നു. അങ്ങനെ ഒടിഞ്ഞാന്ന്. നീ പേടിച്ചല്ലേ? പേടിച്ചിട്ടാ മറ്റേ ഭാവം മാറി. നേരത്തെ നിന്റെ കയ്യിൽ നിന്ന് വീണായിരുന്നു. വീട് അന്നേരം ഞാൻ പേടിച്ചു. അന്നേരം ഒടിഞ്ഞു പോയായിരിക്കും. പൈസ ഞാൻ മുടക്കേണ്ടി വന്നേരായിരുന്നു. ഒറ്റ അടി അടിച്ചാന്നല്ല. എന്തോ നിന്റെ കാര്യം എന്താടാ? ഇത് രണ്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ? നിന്റെ വായി ഇത് കേൾക്കാൻ വേണ്ടിട്ടാ ഞാനിത് പറഞ്ഞത്. എത്ര വിലപിടിപ്പുള്ള സാധനം അറിയാം. ഇത് അവ ഇട്ട് വിളക്കും പൊട്ടിച്ച് വെച്ചിട്ട് അനുവേ, ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയാ. വിളക്ക് എനിക്ക് വീട്ടിൽ കിട്ടിയിരിക്കണം. പൊട്ടിച്ച് വെച്ചിട്ട് രണ്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എനിക്കറിയാം നിങ്ങളുടെ ഈ കോഴി മുട്ടയിടാൻ പോകുന്ന പോലെ നിങ്ങളുടെ ഇത് വെപ്രാളം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്താ ചെയ്യും? ഞാൻ മനഃപൂർവ്വം എടുത്ത് തറ വീണുമ്പോ എന്തോ ചെയ്യുമെന്ന് നിവർത്തിയില്ലടാ. നീ ഗൾഫാനില്ലേ? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് വിളക്ക് കിട്ടണം. ഞാനിപ്പോ എവിടെ അണ്ണാ ഇച്ചിരി ചോറ് എടുക്കട്ടെ. ചോറ് ഒന്ന് പൂച്ചാണെന്ന് നോക്കണ്ട. എനിക്ക് വിശപ്പൊന്നുമില്ല. എനിക്ക് ചോറ് വേണ്ട. അതിനല്ല, ആ ചോറ് വെച്ച് ഞാൻ ഈ വിളക്ക് നൊട്ടിച്ച് തരാറ്. പിന്നെ സ്റ്റാമ്പല്ലേ ഇത്? എടാ ഇത് ഓട്ട് വിളക്കാ. ചോറിൽ ഒട്ടത്തില്ല. നിനക്കറിയാം. സീരിയസ് ആയിട്ട് പറയാനും എനിക്ക് വിളക്ക് കിട്ടണം. അണ്ണാ വിളക്ക് നമുക്ക് സമാധാനം ഉണ്ടല്ലോ. ഇന്നത്തെ കൈകൊട്ടിക്കളിയുടെ കാര്യം എന്താണെന്ന് തീരുമാനിക്കും. കൈകൊട്ടിക്കളി നടക്കും. എങ്ങനെ നടക്കും? അതൊക്കെ നടക്കും. ഇത് പിടിയടാ. ആ തലയിലോട്ട് ഇന്നത്തെ കൈകൊട്ടിക്കളിയുടെ വിളക്ക് ഇവനാ. ഇതിൽ തിരിയിട്ട് കത്തിക്കും നടുക്ക് വെച്ചിട്ട്. അല്ല അത് എനിക്ക് ചലിക്കാൻ പറ്റുമോ? ചലിച്ചാ എണ്ണ നിന്റെ ദേഹത്ത് വീണ് പൊള്ളും. അനുസരിയേ, എത്ര മണിക്കൂർ ഈ വിളക്കും പിടിച്ചിട്ട് നിങ്ങളുടെ നടക്ക് ഞാൻ നിൽക്കണം? ഒരു 4 മണിക്കൂർ. 4 മണിക്കൂർ എങ്ങനെയും ഞാൻ ഈ വിളക്കും പിടിച്ചിട്ട് അവിടെ നിൽക്കാം. പക്ഷെ 4 മണിക്കൂർ നിന്റെയൊക്കെ കൂത്താട്ടം ഞാൻ എങ്ങനെ കാണുമടി?